നമസ്കാരം. പോയ വാരം ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം. പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഗാനങ്ങൾ ലോക മലയാളികൾക്ക് സമ്മാനിച്ച വൈദികനാണ് ഫാദർ ബിനോജ് മുളവരിക്കൽ. ദൈവം നൽകിയ സംഗീതം എന്ന ദാനത്തെ ദൈവസ്തുതികൾ പാടുവാനായി ഉപയോഗിക്കുന്ന വ്യക്തി. അമ്മേ എൻ്റെ അമ്മേ, കന്യകാ മേരി അമ്മേ, ക്രൂശിതനെ ഉദ്ധിതനെ, എന്തൊരത്ഭുതമാ തുടങ്ങിയ ഗാനങ്ങളിലൂടെ ജനമനസ്സുകൾ കീഴടക്കിയ ഫാദർ ബിനോജിന്റെ ഗാനങ്ങളും വിശേഷങ്ങളും ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അനേകം ആളുകളുടെ ഹൃദയങ്ങളെ തൊട്ട ഒരു സംഗീതജ്ഞനാണ് ഫാദർ ബിനോജ് മുളവരിക്കൽ. ക്രിസ്ത്യൻ സംഗീതരംഗത്തെ അറിയപ്പെടുന്ന സംഗീതജ്ഞനിൽ ഒരാളായ ബിനോജ് അച്ഛന് ദൈവം നൽകിയ കഴിവുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. തൻ്റെ വരികൾക്ക് ഈണം നൽകുന്നത് അച്ഛൻ തന്നെയാണെന്നതാണ് ആ പ്രത്യേകത. ഒരു സംഗീതജ്ഞൻ എന്ന നിലയിലുള്ള പ്രശസ്തിയേക്കാൾ നല്ലൊരു പുരോഹിതനാകുവാൻ തീവ്രമായി ആഗ്രഹിക്കുന്ന അച്ഛൻ സംഗീതത്തെ പൗരോഹിത്യ കർത്തവ്യത്തിനായുള്ള ഉപകരണമായിട്ടാണ് കണക്കാക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന താൻ ചൊല്ലിയപ്പോൾ തൻ്റെ ജീവിതത്തിൽ നടന്ന അത്ഭുതവും ഫാദർ ബിനോജ് പങ്കുവയ്ക്കുന്നു. ഞാൻ അച്ഛനായ വർഷം അങ്കമാലി ബസിലിക്കയിൽ കൊച്ചച്ഛനായിരിക്കുമ്പോൾ ശാലോം ടി വിക്ക് വേണ്ടി ജപമാലയെക്കുറിച്ച് ഒരു ടോക്കിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചു, വിശുദ്ധ ബെർണാഡ് പറയുന്നു, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന കേൾക്കുമ്പോൾ നരകം ഞെട്ടിവിറയ്ക്കും, പിശാചുക്കൾ ഓടിപ്പോകും. അപ്പം ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ഹോളി ഫാമിലി ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന 2 സിസ്റ്റേഴ്സ് എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളിവിടെ ഒരു വീട്ടിലാണ്. ഇവിടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. അവൻ കുറേ നാളുകളായിട്ട് ക്ലാസ്സിൽ പോകുന്നില്ല. അവൻ എന്തോ വ്യത്യസ്തമായ ചില സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ആര് പറയുന്നതും അനുസരിക്കുന്നില്ല. എന്തോ ഒരു തിന്മ ഇവനുള്ളത് പോലെ. അച്ഛൻ ഇവിടെ വന്ന് ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ബൈക്കെടുത്ത് ഇവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഇവനിങ്ങനെ കുമ്പിട്ടിരിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂറായിട്ട് സിസ്റ്റേഴ്സ് ഇവന് പലതും പറഞ്ഞിട്ട് ഇവൻ ഒരു അക്ഷരം പോലും കേൾക്കുന്നില്ല. അമ്മ പറഞ്ഞു, അച്ഛാ ഇവനെ കൊണ്ട് ഒരു രക്ഷയില്ല അച്ഛാ, ഒരു രക്ഷയില്ല. എന്താ പറ്റിയ എൻ്റെ മോനെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ഈ വിശുദ്ധ ബെർണാഡ് പറഞ്ഞ കാര്യം ഞാൻ ഓർത്തു. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന കേൾക്കുമ്പോൾ നരകം ഞെട്ടിവിറയ്ക്കും, പിശാചുക്കൾ ഓടിപ്പോകും. ഞാൻ പറഞ്ഞു, മാതാവേ ഈ ബെർണാഡ് പറഞ്ഞ കാര്യം ഉള്ളതാണോ ഞാനൊരു ടെസ്റ്റ് ചെയ്യാൻ പോവാം. ഞാൻ ഇവന് വേണ്ടി മറ്റൊരു പ്രാർത്ഥനയും നടത്തുന്നില്ല, ഈ പ്രാർത്ഥന ചൊല്ലും. ഇവനിൽ എന്തോ ഒരു തിന്മയുണ്ട്. ഇത് വിട്ടുപോയാൽ ഞാൻ എവിടെയൊക്കെ നിന്നെക്കുറിച്ച് പറയോ അവിടെയൊക്കെ ഈ സംഭവം പറയും. ഞാൻ ഇവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. 4 പ്രാവശ്യം ഈ പ്രാർത്ഥന മാത്രം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഇവൻ എന്നോട് ചോദിച്ചു, ഇത് ബിനോദച്ചനല്ലേ? അപ്പം അവൻ്റെ അമ്മ പറഞ്ഞു, അച്ഛൻ ഇവന് ബോധം തെളിഞ്ഞെന്ന് തോന്നുന്നു എന്ന് പറയാം. ഞാൻ പറഞ്ഞു, ചേച്ചി എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 12 പ്രാവശ്യം ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന മാത്രം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഇവൻ എഴുന്നേറ്റ് പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ബാഗ് എടുത്തിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ ആ പള്ളിയിലേക്ക് പോണ വഴിക്ക് ആ സ്കൂളിൻ്റെ അവിടെ എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചു. എന്നെ ഒരുപാട് പിടിച്ചു കുലിക്കിയ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി എന്ന പ്രാർത്ഥന മാത്രം ഞാൻ ചൊല്ലുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. മാലാഖയോട് ചേർന്ന്, മാലാഖയല്ല പറഞ്ഞത്, മാലാഖയോട് ചേർന്ന് എലിസബത്തിനോട് ചേർന്ന് നമ്മളിത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവർ, അത്ഭുതങ്ങൾ നടക്കും നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ദൈവം ഇടപെടും. നിങ്ങൾ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കണം, മറ്റൊരു പ്രാർത്ഥനയും ചൊല്ലാൻ സാധിക്കാത്തപ്പോൾ. നന്മ നിറഞ്ഞവൾ എന്നു മാലാഖ ചൊല്ലിയതെത്ര സത്യം, സാത്താന്റെ തന്ത്രങ്ങളെല്ലാം തകർക്കാൻ നിന്നോളമാരു ശക്ത. നന്മ നിറഞ്ഞവൾ എന്നു മാലാഖ
ചൊല്ലിയതെത്ര സത്യം. സാത്താന്റെ തന്ത്രങ്ങളെല്ലാം തകർക്കാൻ നിന്നോളം ആരു ശക്ത. ആവേ 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 മരിയ, ആവേ 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 മരിയ. കുഞ്ഞുനാളിൽ മുതൽ തനിക്ക് പാട്ട് വളരെ ഇഷ്ടമായിരുന്നുവെന്നും ദേവാലയത്തിലെ ഗായക സംഘത്തെ വളരെ കൗതുകത്തോടെ താൻ നോക്കി നിൽക്കുമായിരുന്നുവെന്നും ഫാദർ ബിനോജ് പറയുന്നു. പാട്ട് പാടുവാനുള്ള ഒരു കഴിവ് തൻ്റെ ഉള്ളിലുണ്ടെന്ന് തനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടെങ്കിലും ദൈവവും താനുമൊഴികെ മറ്റാരും അത് തിരിച്ചറിഞ്ഞിരുന്നില്ലെന്നും സെമിനാരിയിൽ ചേർന്നതിനു ശേഷമാണ് സംഗീതത്തിൽ സജീവമാകുന്നതെന്നും ഫാദർ ബിനോജ് പറയുന്നു. തൻ്റെ അമ്മയുടെ മരണശേഷമാണ് താൻ പരിശുദ്ധ അമ്മയിലേക്ക് കൂടുതലായി അടുക്കുന്നതെന്നും പിന്നീട് എഴുതിയ കന്യകമേരി അമ്മയിലും അമ്മേ എൻ്റെ അമ്മയിലും കന്യകമാതാവേ സുസ്തി എന്ന ഗാനങ്ങളിലും ഈ അടുപ്പം പ്രതിഫലിക്കുന്നുണ്ടെന്നും അതുകൊണ്ടാണ് അമ്മ എൻ്റെ അമ്മയിൽ അവസാനം എൻ്റെ സ്വന്തം അമ്മ നീയെ എന്ന് താൻ പറഞ്ഞു വെക്കുന്നതെന്നും ഫാദർ ബിനോജ് പറയുന്നു. ഞാൻ അച്ഛനായി കാണുന്ന ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എൻ്റെ അമ്മച്ചിയാണ്. പക്ഷെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മച്ചി മരിക്കുന്നു. 96 സെപ്റ്റംബർ 2 അമ്മച്ചി മരിക്കുന്നത്. ഞാൻ 97 സെമിനാരി ചേരുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അമ്മച്ചിയുടെ ഒരു വിയോഗം, ആ ഒരു വേദനയും ഒക്കെ നമ്മുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പിന്നീട് പ്രാർത്ഥിക്കുമ്പോൾ മാതാവേന്നും അമ്മയെന്നൊക്കെ വിളിക്കുമ്പോൾ കുറച്ചും കൂടി ഹൃദ്യമായി. കാരണം അമ്മച്ചിയെ ഇനി അങ്ങനെ വിളിച്ചാൽ കേൾക്കുമെന്ന് അറിയത്തില്ല, പക്ഷേ ആരൊക്കെയോ പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും അനുഭൂതിയും തോന്നിയിട്ടുണ്ട്, മാതാവിനെ അമ്മയെന്ന് വിളിച്ചാൽ പെട്ടെന്ന് വിളി കേൾക്കുന്നു. അതുകൊണ്ട് സെമിനാരി പരിശീലന കാലത്തൊക്കെ കുറച്ചും കൂടി ഹൃദയത്തിൽ തട്ടി നന്മ നിറഞ്ഞ മറിയമേന്നും അമ്മേ മാതാവേ എന്നൊക്കെ പറയാൻ സാധിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് തൻ്റെ പൗരോഹിത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അച്ഛൻ റോമിലെ അൽഫോൺസിനോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മോറൽ തിയോളജിയിൽ ഡോക്ടറേറ്റ് പൂർത്തിയാക്കിയ ശേഷം യൂറോപ്പിലെ സീറോ മലബാർ യൂത്ത് മൂവ്മെന്റിന്റെ ഡയറക്ടറായി സേവനം ചെയ്യുകയാണ്. കൃപകളെല്ലാം ഒഴുകിയെത്തും ആഴിയാണമ്മ, സുഹൃതമെല്ലാം കോർത്തുവെച്ച മാലയാണമ്മ. അമ്മേ അമ്മേ മാമരിയേ എന്നീശോവാണൊരു ആലയമേ. അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. അമ്മേ അമ്മേ മാമരിയേ എന്നീശോവാണൊരു ആലയമേ. അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. ഇനി പോയ വാരത്തിൽ ആഗോള സഭയിൽ നടന്ന പ്രധാന വാർത്തകളിലേക്കും സംഭവങ്ങളിലേക്കും ഒരു തിരിഞ്ഞുനോട്ടം. പൈശാചിക ശക്തികളുടെ സ്വാധീനത്തിലേക്ക് നയിക്കുന്ന ബന്ധങ്ങൾ ക്രൈസ്തവ പെൺകുട്ടികൾ ഉപേക്ഷിക്കണമെന്ന് ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ. സൗഹൃദങ്ങൾ ഏറ്റവും അടുത്ത് പരിചയമുള്ളവരിലേക്ക് മാത്രമായി ഒതുങ്ങണമെന്നും ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ പറഞ്ഞു. തീവ്രവാദത്തിന്റെ പുതിയ മുഖമായ ലവ് ജിഹാദ് കേസുകൾ അനവധിയായി റിപ്പോർട്ട് ചെയ്തുവരുന്ന അവസരത്തിലായിരുന്നു ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കലിന്റെ പ്രതികരണം. മറ്റു മതവിഭാഗങ്ങളെ ഇല്ലായ്മ ചെയ്ത് സ്വന്തം മതത്തെ വളർത്തുകയെന്ന ഗൂഢലക്ഷ്യത്തോടെ രാജ്യമെങ്ങും അപകടകരമായി ശക്തി പ്രാപിക്കുകയാണ് ലവ് ജിഹാദും റോമിയോ ജിഹാദുമെല്ലാം. ലവ് ജിഹാദ് എന്ന പുതിയ പ്രവണതയാകട്ടെ കേരളത്തിലും കുറവൊന്നുമല്ല. ഇത്തരത്തിൽ പ്രണയക്കുരുക്കിൽ വീഴുന്ന പെൺകുട്ടികളുടെ തുടർന്നുള്ള ജീവിതവും ദുരന്ത കഥകളുമെല്ലാം വാർത്തകളിൽ ഇടവേളകളില്ലാതെയാണ് നിറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവയെല്ലാം ആകുലതയോടെ വീക്ഷിക്കുന്ന ക്രൈസ്തവ സമൂഹത്തോട് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് ഷിക്കീന ചർച്ച് ബീറ്റ്സിലൂടെ ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരോടാണ് സുഹൃത്ബന്ധം സ്ഥാപിക്കുന്നത്, ഏത് മതവിശ്വാസത്തിൽപ്പെട്ടവരോടാണ്. അത് പ്രത്യേക ശ്രദ്ധ പേരൻസിനുണ്ടാകണം. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കാര്യത്തിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിൽ. പെൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവർ നിങ്ങളെ ആകർഷിക്കുന്നത് അവരുടെ പെങ്ങന്മാരെയും കൂട്ടുകാരികളെയും അയച്ചാണ്. ചില പെൺകുട്ടികൾ വന്നിട്ട് ഒത്തിരി കൂട്ടുകൂടും, ഭക്ഷണം കഴിക്കാം, ഐസ്ക്രീം കഴിക്കാം, വർത്തമാനം പറയാം എന്ന് പറഞ്ഞിട്ട്
ആ മതത്തിൽപ്പെട്ട അവരുടെ ആങ്ങളയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. ഇവർ സീനിൽ നിന്ന് മാറി, ഇവർ ഏജൻറ്റുമാരാണ്. പിന്നീട് പോയി വധിക്കപ്പെട്ടു എന്ന് കേൾക്കാം, തീവ്രവാദിയായെന്ന് കേൾക്കാം, നിരാശപ്പെട്ട് ആത്മഹത്യ ചെയ്തെന്ന് കേൾക്കാം. ഈ അപകടങ്ങളിലേക്ക് പെടും. ഇടവകയിലെ കുട്ടികൾ, അടുപ്പമുള്ളവർ, അവരുമായിട്ടുള്ള സുഹൃത്ത് ബന്ധം, മറ്റ് പിശാചിലേക്ക് വളർത്തിക്കൊണ്ട് പോകുന്ന സുഹൃത്ത് ബന്ധങ്ങൾ ഉപേക്ഷിക്കണം. പൈശാചിക ശക്തികളുടെ സ്വാധീനത്തിലേക്ക് നയിക്കുന്ന ബന്ധങ്ങൾ ക്രൈസ്തവ പെൺകുട്ടികൾ ഉപേക്ഷിക്കണമെന്നും സൗഹൃദങ്ങൾ ഏറ്റവും അടുത്ത് പരിചയമുള്ളവരിലേക്ക് മാത്രമായി ഒതുങ്ങണമെന്നും ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ പറഞ്ഞു. ഇതിൽ മാതാപിതാക്കൾക്കുള്ള പങ്ക് സുപ്രധാനമാണെന്നും ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ വ്യക്തമാക്കി. സുഹൃത്തുക്കളെ വിവേകത്തോടെ പെൺകുട്ടികൾ ടീനേജിൽ തിരഞ്ഞെടുക്കുക. ഇവരാരുമായി സൗഹൃദം സ്ഥാപിക്കുന്നു, അമ്മ, അപ്പൻ, ആങ്ങളമാർ ശ്രദ്ധിക്കുക. അപകടമുണ്ടെങ്കിൽ മുളയിലെ നുള്ളിക്കളയുക. പിന്നീട് കരയുന്നതിനേക്കാൾ ഭേദം മുളയിലെ ആ ബന്ധങ്ങൾ നുള്ളിക്കളയുന്നതാണ്. എത്ര വേദപാഠം പഠിച്ചാലും എന്തെല്ലാം പഠിച്ചാലും അത് തലയിൽ നിൽക്കുന്നേ ഉള്ളൂ. ജീവിതത്തിലേക്കും ബോധ്യത്തിലേക്കും അവരിലേക്ക് കയറുന്നില്ല എന്നതിൻ്റെ തെളിവുകൂടിയാണ് ഇങ്ങനെയുള്ള പ്രണയ ബന്ധങ്ങൾ. വചനത്തിലും ജപമാലയിലും ആശ്രയിച്ച് സന്യാസ വഴിത്താരയിൽ മുന്നേറിയ കർമ്മലീത്ത സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റർ ചെറുപുഷ്പം കരസ്ഥമാക്കിയത് രസതന്ത്രത്തിൽ ഡോക്ടറേറ്റ്. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടിയ സിസ്റ്റർ ചെറുപുഷ്പത്തിന് CMC സന്യാസിനി സമൂഹം അനുമോദനങ്ങളും ആശംസകളും നേർന്നു. ചെറുപ്പകാലം മുതൽ പരിശുദ്ധയമ്മയോടും ജപമാലയോടും ആഴമായ ഭക്തിയിൽ ശരണം വെച്ചുകൊണ്ടാണ് സിസ്റ്റർ ചെറുപുഷ്പം വളർന്നു വന്നത്. സന്യാസ ജീവിതത്തിൽ പ്രവേശിച്ചപ്പോഴും ജപമാല ഭക്തിയും വചനവായനയും തന്റെ വിശ്വാസ ജീവിതത്തിൽ തനിക്ക് ഏറെ സഹായകരമായെന്നും സിസ്റ്റർ ചെറുപുഷ്പം പറയുന്നു. PhD പഠന കാലയളവിൽ ദിവസവും ബൈബിളിലെ ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിലെ 45 അധ്യായം 2-3 തിരുവചനം ദിവസവും സിസ്റ്റർ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. പഠനത്തിന്റെയും പരീക്ഷയുടെയും നാളുകളിൽ പരിശുദ്ധയമ്മയെ മുറുകെ പിടിച്ച് ദിവസവും താൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നുവെന്നും പരിശുദ്ധയമ്മയുടെ അനുഗ്രഹം ഒന്നു മാത്രമാണ് PhDയിൽ തനിക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിച്ചതെന്നും സിസ്റ്റർ ചെറുപുഷ്പം പറഞ്ഞു. എൻ്റെ PhD പഠനകാലത്ത് എനിക്ക് ശക്തിയും പ്രചോദനവുമായി തീർന്ന തിരുവചനം ഏശയ്യ പ്രവാചകന്റെ പുസ്തകം 45 അധ്യായം 2-3 തിരുവചനങ്ങളാണ്. വളരെ നിഗൂഢങ്ങളായ പല രഹസ്യങ്ങളും ഒളിച്ചു വച്ചിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ദൈവത്തിൻ്റെ കരവിരുത് മനസ്സിലാക്കി അവിടുത്തെ എൻ്റെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ് ആ ഈശോയെ പകർന്നു കൊടുക്കുവാനുള്ള വലിയ വിളിയുടെ സാക്ഷാത്കാരമാണ് കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കുന്നതിലൂടെ അവിടുന്ന് പൂർത്തിയാക്കിയത്. സിസ്റ്റർ ചെറുപുഷ്പത്തിന്റെ സ്കൂൾ പഠന കാലഘട്ടത്തിലെ അധ്യാപികയും CMC കാഞ്ഞിരപ്പള്ളി അമല പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യലുമായ സിസ്റ്റർ സാലി സിസ്റ്റർ ചെറുപുഷ്പത്തിന് അനുമോദനങ്ങൾ നേർന്നു. ഞാൻ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ മേരികുളത്ത് പഠിപ്പിച്ചപ്പോൾ ഏറെ ശ്രദ്ധയോടെ താല്പര്യത്തോടെ ക്ലാസ്സിലായിരിക്കുന്ന ഈ കുട്ടിയെ ഓർക്കുന്നു. ലിജിമോൾ ലൂയിസ് എന്നായിരുന്നു പേര്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാനും ഉണർവോടെ കുട്ടികളുമായി ബന്ധപ്പെടാനുമൊക്കെ നല്ല കഴിവുണ്ടായിരുന്നു. ഗുരുശിഷ്യ ബന്ധം ആഴപ്പെടുകയും പിൽക്കാലത്ത് CMC സന്യാസിനി സമൂഹത്തിലേക്ക് കടന്നു വരികയും ഒക്കെ ചെയ്തപ്പോൾ ഈ സിസ്റ്ററിൻ്റെ ഓരോ ചലനങ്ങളിലും ഞാനും അഭിമാനിക്കുന്നുണ്ടായിരുന്നു. സിസ്റ്ററിന്റെ ദൈവാശ്രയ ബോധമാണ് സിസ്റ്റർ ചെറുപുഷ്പത്തിന് മടുപ്പ് കൂടാതെ വിജയകരമായി PhD പഠനം പൂർത്തീകരിക്കാൻ സാധിച്ചതെന്ന് CMC ജയ്പൂർ അമൽജ്യോതി റീജിയണിന്റെ സുപ്പീരിയർ സിസ്റ്റർ വില്യം പറഞ്ഞു. വർഷങ്ങൾ നീണ്ടുനിന്ന ഈ ഗവേഷണ തപശ്ചര്യയിൽ മടുപ്പ് കൂടാതെ നിലനിൽക്കാൻ സഹായിച്ചത് സിസ്റ്ററിനുള്ള ദൈവാശ്രയ ബോധമാണ്. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്ന ഉറച്ച വിശ്വാസം സിസ്റ്ററിന് ഉൾക്കരുത്ത് നൽകി. സിസ്റ്ററുടെ പ്രവർത്തനങ്ങൾക്ക് പ്രാർത്ഥനയും പിന്തുണയും നൽകി സഭാ അധികാരികളും ഒപ്പമുണ്ട്. ഡൽഹി ഫരീദാബാദിലെ സെയിന്റ് പീറ്റേഴ്സ് കോൺവെന്റ് സ്കൂളിലെ വൈസ് പ്രിൻസിപ്പളായി സേവനം ചെയ്തു വരികയാണ് സിസ്റ്റർ ചെറുപുഷ്പം. CMC സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ ചെറുപുഷ്പം കാഞ്ചിയാർ വണ്ടാനത്ത് ലൂയിസ് അന്നക്കുട്ടി ദമ്പതികളുടെ മകളാണ്. അവർക്ക് കിട്ടിയ ഡോക്ടറേറ്റ് എല്ലാ ആൾക്കാർക്കും പ്രയോജനപ്രദമാകട്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ കാര്യത്തിലും അവളെ പ്രയോജനപ്പെടുത്തിയ എല്ലാവർക്കും നന്ദി, ദൈവത്തിനും നന്ദി.
കോവിഡ് ദിനങ്ങളിൽ വിശുദ്ധ കുർബാനയുടെ ട്യൂണുകൾ ഓൺലൈനിലൂടെ വിശ്വാസി സമൂഹത്തിന് പകർന്നു നൽകുന്ന യുവവൈദികൻ ശ്രദ്ധേയനാകുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ KCSLന്റെ ഡയറക്ടറായ ഫാദർ സിനു വെളങ്ങാട്ടുശ്ശേരിയാണ് ഓൺലൈനിലൂടെ വിശുദ്ധ കുർബാനയുടെ ട്യൂണുകൾ പഠിപ്പിക്കുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ തിരുപ്പട്ട ശുശ്രൂഷകളുടെ പാട്ടുകാരനാണ് ഫാദർ സിനു വെളങ്ങാട്ടുശ്ശേരി. ചെറുപ്പം മുതൽ സംഗീതം അഭ്യസിച്ചിരുന്ന ഫാദർ സിനു വൈദികനായപ്പോൾ താൻ പഠിച്ച വിശുദ്ധ കുർബാനയുടെ ട്യൂണുകളും കീബോർഡിന്റെ ബാലപാഠങ്ങളും ഓൺലൈനിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു നൽകി വ്യത്യസ്തനാവുകയാണ്. മെലഡി അറേഞ്ചർ എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് വിശുദ്ധ കുർബാനയുടെ ട്യൂണുകളും മറ്റ് അനുബന്ധ ക്ലാസുകളും ഫാദർ സിനു പകർന്നു നൽകുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിശുദ്ധ കുർബാനയുടെ ട്യൂണുകൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഫാദർ സിനു ഇപ്പോൾ. ഉടൻ തന്നെ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കുർബാനയുടെ ട്യൂണുകൾ ആരംഭിക്കുമെന്നും ഫാദർ സിനു പറയുന്നു. 7ാം ക്ലാസ് മുതൽ താൻ കീബോർഡ് പഠിക്കുമായിരുന്നുവെന്നും ദേവാലയ സംഗീതത്തിൽ കീബോർഡ് വായിക്കുന്നവർക്ക് വിശുദ്ധ കുർബാനയുടെ ട്യൂണുകളും ബാലപാഠങ്ങളും പകർന്നു നൽകുകയെന്നതാണ് തന്റെ ലക്ഷ്യമെന്നും ഫാദർ സിനു പറഞ്ഞു. ഞാൻ ഒരു സെവൻത് സ്റ്റാൻഡേർഡ് തൊട്ട് കീബോർഡ് പഠിക്കുന്ന, അപ്പോൾ കീബോർഡൊക്കെ ഒന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ദേവാലയ സംഗീതത്തിലൊക്കെ കീബോർഡ് വായിക്കുന്നവരെയൊക്കെ ഒന്ന് പഠിപ്പിക്കുക, അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ ഞാൻ കുർബാനയുടെ, നമ്മുടെ സീറോ മലബാർ കുർബാനയുടെ ട്യൂണുകളൊക്കെ പരിചയപ്പെടുത്തുന്നു. ലോക്ക്ഡൌണിൽ ആരംഭിച്ച യൂട്യൂബ് ചാനലിൽ 3000-ഓളം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. വിശുദ്ധ കുർബാനയുടെ ട്യൂണുകൾ കൂടാതെ കീബോർഡിന്റെ ബാലപാഠങ്ങളും ഫാദർ സിനു തന്റെ യൂട്യൂബ് ചാനലിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നുണ്ട്. കൂടാതെ നിരവധി ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ രചിച്ച് സംഗീതം നൽകുകയും ചെയ്തിട്ടുണ്ട്. തനിക്ക് ദാനമായി ലഭിച്ച കഴിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്ന ഫാദർ സിനു ചങ്ങനാശ്ശേരി മാമൂട് ഇടവക ദേവാലയത്തിന്റെ അസിസ്റ്റന്റ് വികാരി കൂടിയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ദേശീയ ഇന്നവേഷൻ റാങ്കിങ്ങിൽ ആലുവ സെയിന്റ് സേവിയേഴ്സ് കോളേജിന് 5 സ്റ്റാർ അംഗീകാരം. ഈ അർഹത നേടിയ ദേശീയ തലത്തിലെ 125 കോളേജുകളിൽ കേരളത്തിൽ നിന്നുള്ള ഏക ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്ന പദവിയും സെയിന്റ് സേവിയേഴ്സിന് ഇനി സ്വന്തമാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിദ്യാർത്ഥികളിൽ നൂതന ആശയങ്ങളെ വളർത്തിയെടുക്കുക, സ്ത്രീ ശാക്തീകരണം എന്നീ ലക്ഷ്യത്തിലൂന്നി വിദ്യാർത്ഥിനികളിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ 2019 ആലുവ സെന്റ് സേവിയേഴ്സിൽ ഇന്നവേഷൻ കൗൺസിൽ സ്ഥാപിതമായത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഇന്നവേഷൻ കൗൺസിൽ നൽകുന്ന നിർദ്ദേശങ്ങൾ പിന്തുടർന്നു വരുന്ന കലാലയം ആശയപരമായും സാമൂഹികമായും സ്വയം പര്യാപ്തതയുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തെ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഈ 5 സ്റ്റാർ റാങ്കിംഗ് എന്നത് അഭിമാനാർഹമാണെന്ന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ശാലിനി പറഞ്ഞു. കലാലയത്തിലെ 7 അധ്യാപകർക്കും 4 വിദ്യാർത്ഥിനികൾക്കും ഇന്നവേഷൻ സെല്ലിന്റെ അംബാസഡർ പദവിയുണ്ടെന്നുള്ളതും വലിയ നേട്ടം തന്നെയാണ്. സുവോളജി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ രേവതി എസ്, മിസ് ഷെറീന ജോൺ, ഡോക്ടർ സിസ്റ്റർ സ്റ്റെല്ല KA എന്നിവരുടെ നേതൃത്വത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അതിൻ്റെ ടീച്ചർ റെപ്രസെൻറ്റേറ്റീവ്സും കൂടി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം വിദ്യാർത്ഥികളുടെ കൂട്ടായ പരിശ്രമവും ഉണ്ട്. വലിയ സന്തോഷമുണ്ട് ഈ 5 സ്റ്റാർ റാങ്കിങ് ലഭിച്ചതിൽ. കുട്ടികളിലുള്ള സംരംഭകത്വ ശീലം വികസിപ്പിക്കുവാനും അവരുടെ നൂതനമായ ആശയങ്ങൾക്ക് ചിറക് നൽകുവാനും ഈ കലാലയം എന്നും അതിന് പിന്തുണ നൽകുന്നുണ്ട്. അതിൻ്റെ ഒരു സന്തോഷം തന്നെയാണ് ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ 5 സ്റ്റാർ റാങ്കിങ്. ഇത് കേരളത്തിലുള്ള ഏക കോളേജിൽ ലഭിച്ച അംഗീകാരമാണെന്നുള്ളതും വലിയ സന്തോഷത്തോടെ തന്നെ അറിയിക്കുന്നു. വിദ്യാർത്ഥികളിൽ പുതിയ ആശയങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നതിനായി നടത്തിയ നിരവധി പരിപാടികൾ, സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്ന യുവ സംരംഭകർക്കായുള്ള ഹാക്കത്തോൺ ED കോൺക്ലേവിൽ കോളേജ് നേടിയ 1ാം സ്ഥാനം, അറിയപ്പെടുന്ന സംരംഭകരുമായി നടത്തിയ സംവാദങ്ങൾ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റുമായി ബന്ധപ്പെട്ടുള്ള സംരംഭങ്ങൾ എന്നിവയാണ് 100-ൽ 94.17 പോയിന്റുകളുമായി സെന്റ് സേവിയേഴ്സിനെ അംഗീകാരത്തിന് അർഹരാക്കിയത്. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമിടയിൽ
പരിസ്ഥിതി സൗഹാർദ്ദം വളർത്തുന്ന പരിപാടികളും കോളേജ് ആസൂത്രണം ചെയ്തു പോരുന്നു. ഇന്നൊവേഷൻ ദിനാചരണങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടിയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊക്രിയാലാണ് റാങ്കുകൾ പ്രഖ്യാപിച്ചത്. സ്വവർഗാനുരാഗികൾ തമ്മിൽ വിവാഹബന്ധം അനുവദിക്കണമെന്ന് മാർപ്പാപ്പ പറഞ്ഞുവെന്ന രീതിയിൽ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം. അതേസമയം സ്വവർഗാനുരാഗികൾക്ക് കുടുംബമുണ്ടാക്കുവാനും അത്തരത്തിലുള്ളവർക്ക് നിയമപരിരക്ഷ നൽകണമെന്നും മാർപ്പാപ്പ പറഞ്ഞതായുള്ള പ്രചരണങ്ങൾക്ക് വത്തിക്കാന്റെ വിശദീകരണം പ്രതീക്ഷിക്കുകയാണ് വിശ്വാസി സമൂഹം. റഷ്യൻ സംവിധായകൻ എഗ്നി അഫ്നിസ്കിയുടെ ഫ്രാൻസിസ്കോ എന്ന ഡോക്യുമെന്ററിയിൽ ആൻഡ്രിയ റുബേര എന്ന വ്യക്തി തന്റെ കുട്ടികളെക്കുറിച്ചുള്ള ആശങ്ക ഫ്രാൻസിസ് പാപ്പയുമായി പങ്കുവയ്ക്കുന്ന രംഗങ്ങളാണ് വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുന്നത്. സ്വവർഗ അനുഭാവികൾക്കും കുടുംബത്തിൽ ജീവിക്കാൻ അവകാശമുണ്ടെന്ന് പാപ്പ പറഞ്ഞതിനെ സ്വവർഗ അനുരാഗികൾ തമ്മിൽ വിവാഹം അനുവദിക്കണമെന്ന് പാപ്പ പറഞ്ഞുവെന്ന രീതിയിലാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. എങ്കിലും സ്വവർഗ അനുരാഗികൾക്ക് കുടുംബജീവിതം നയിക്കാമെന്നും അവർക്ക് അതിന് നിയമപരിരക്ഷ നൽകണമെന്നും ഡോക്യുമെന്ററിയിൽ പാപ്പ പറഞ്ഞുവെന്നതിന്റെ വാസ്തവം എന്താണ് എന്നതിന്റെ വിശദീകരണം വത്തിക്കാനിൽ നിന്നും ഉടനെയുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ക്രൈസ്തവ വിശ്വാസികൾ. സഭാ പ്രബോധനങ്ങൾ എല്ലാ കാലത്തും സ്വവർഗ വിവാഹത്തെ ക്രൈസ്തവ വിരുദ്ധമായാണ് കാണുന്നതെന്നും എന്നാൽ സ്വവർഗ അനുഭവമുള്ളവരെ സമൂഹത്തിൽ നിന്ന് തിരസ്കരിക്കരുതെന്നും 2019 ഫ്രാൻസിസ് പാപ്പ പറഞ്ഞിരുന്നു. സമൂഹവും രാഷ്ട്രീയവും എന്ന ഗ്രന്ഥം തയ്യാറാക്കാൻ 2017 ഫ്രാൻസിസ് പാപ്പയുമായി ഫ്രഞ്ച് സാമൂഹിക പ്രവർത്തകൻ നടത്തിയ അഭിമുഖത്തിൽ വിവാഹം പുരുഷനും സ്ത്രീയും തമ്മിൽ മാത്രമായിട്ടാകണമെന്ന് പാപ്പ പറഞ്ഞിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വവർഗ അനുരാഗികളും ദൈവത്തിന്റെ മക്കളാണെന്നും അവരെ പുറംതള്ളരുതെന്നുമുള്ള ഫ്രാൻസിസ് പാപ്പയുടെ നിലപാട് സഭയുടെ മുൻകാല നിലപാടുകളോട് ചേർന്നു പോകുന്നത് തന്നെയാണ്. 2014 നടന്ന എമ്യൂരിസ് ലെറ്റീഷ്യ കുടുംബ സിനഡിന്റെ പ്രവർത്തന രേഖയിൽ സ്വവർഗ വിവാഹത്തിന്റെ സാധുതയെ അംഗീകരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കുട്ടികൾക്ക് ജീവൻ നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള സ്ത്രീ പുരുഷ ഐക്യത്തിന് വിരുദ്ധമായ സ്വവർഗ വിവാഹങ്ങളെ ദൈവവചനവും സഭാപ്രബോധനങ്ങളും എല്ലാ കാലത്തും വിലക്കിയിട്ടുള്ളതുമാണ്. സ്വവർഗ വിവാഹം കുടുംബ ബന്ധങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാണ് എന്നും സമൂഹത്തിന് നാശമുണ്ടാക്കുന്ന ഇത്തരം മരണസംസ്കാര പ്രവണതകളെ ചെറുക്കണമെന്നുമാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സ്വവർഗ വിവാഹത്തെപ്പറ്റി അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. സ്വവർഗ വിവാഹം വഴി വിവാഹത്തിന്റെ അന്തസത്തയെ തിരുത്തിക്കുറിക്കുവാനുള്ള രാഷ്ട്രീയവും സാംസ്കാരികവുമായ നീക്കങ്ങളെ 2012 മാർച്ച് 9 നടന്ന US ബിഷപ്പുമാരുടെ സമ്മേളനത്തിൽ വെച്ച് എമിററ്റസ് ബെനഡിക്റ്റ് പാപ്പയും ശക്തമായി എതിർത്തിരുന്നു. സ്വവർഗ അനുഭാവികളോടുള്ള പരിഗണന ഒരു വിധത്തിലും സ്വവർഗ അനുരാഗത്തെയോ സ്വവർഗ ബന്ധങ്ങളെയോ അംഗീകരിക്കുന്നതല്ലെന്ന് 2003 വിശ്വാസ സത്യങ്ങൾക്കായുള്ള വത്തിക്കാൻ തിരുസംഘവും വ്യക്തമാക്കിയിരുന്നു. കാലം ചെയ്ത മാർത്തോമ സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പോലിത്താക്കി വിശ്വാസി സമൂഹം പ്രാർത്ഥനാപൂർവ്വം വിടചൊല്ലി. തിരുവല്ലയിലെ സഭാ ആസ്ഥാനമായ പുലാത്തിയോണിലെ സെയിന്റ് തോമസ് ദേവാലയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിൽ സംസ്ഥാന ബഹുമതികളോടെയാണ് സംസ്കാരം നടത്തിയത്. സംസ്കാര ശുശ്രൂഷകൾക്ക് സഭയുടെ സഫ്രഗൻ മെത്രാപ്പോലിത്ത ഗീവർഗീസ് മാർ തിയഡോഷ്യസ് നേതൃത്വം നൽകി. സംസ്കാര ശുശ്രൂഷകൾക്ക് സഭയുടെ സഫ്രഗൻ മെത്രാപ്പൊലീത്ത ഗീവർഗീസ് മാർ തിയഡോഷ്യസിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രാർത്ഥനാ ശുശ്രൂഷകൾ ആരംഭിച്ചത്. സഭയിലെ മറ്റു മെത്രാപ്പൊലീത്തമാരും ഇതര ക്രൈസ്തവ സഭകളിലെ ബിഷപ്പുമാരും സംസ്കാര ശുശ്രൂഷയിൽ പങ്കാളികളായി. മൂന്ന് മണിയോടെ ആരംഭിച്ച സമാപന പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് സഫ്രഗൻ മെത്രാപ്പൊലീത്ത ഗീവർഗീസ് മാർ തിയോഡോഷ്യസ് മുഖ്യകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്തയുടെ ഭൗതിക ശരീരം സെയിന്റ് തോമസ് ദേവാലയത്തിൽ ബിഷപ്പുമാർക്കായി പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിലേക്ക് വിലാപയാത്രയായി കൊണ്ടുപോയി. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നടന്ന സംസ്കാര ചടങ്ങുകളിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ 10,000-ങ്ങളാണ് പങ്കെടുത്തത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തിരുനാൾ ദിനത്തിൽ സീറോ മലബാർ സഭയുടെ യുവജന പ്രസ്ഥാനമായ SMYM യൂറോപ്പിൽ ആരംഭിച്ചു. യൂറോപ്പിലെ 22 രാജ്യങ്ങൾ ബന്ധപ്പെടുത്തി ആരംഭിച്ച SMYM-ന്റെ ഡയറക്ടറായി ചുമതലയേറ്റത് എറണാകുളം അങ്കമാലി അതിരൂപത അംഗമായ ഫാദർ ബിനോജ് മുളവരിക്കലാണ്.
സീറോ മലബാർ സഭയുടെ യുവജന പ്രസ്ഥാനമായ SMYM യൂറോപ്പിലെ സഭയുടെ അപ്പസ്തോലിക് വിസിറ്റേറ്ററായ മാർ സ്റ്റീഫൻ ചിറപ്പണത്ത് പിതാവിന്റെ നേതൃത്വത്തിലാണ് യൂറോപ്പിൽ ആരംഭിക്കുന്നത്. സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് ഇടപെടാൻ യുവാക്കളെ സജ്ജരാക്കുന്ന യുവജന പ്രസ്ഥാനത്തിൽ യൂറോപ്പിലെ 22 രാജ്യങ്ങളിൽ നിന്നുള്ള യുവജനങ്ങൾ ഉണ്ടാകും. ഇതിൽ യൂറോപ്പിൽ സ്ഥിരതാമസമാക്കിയവർ മുതൽ പഠിക്കാനും ജോലിക്കും വന്ന യുവജനങ്ങൾ വരെ ഉൾപ്പെടും. സീറോ മലബാർ സഭയുടെ യൂറോപ്പിലെ യൂത്ത് അപ്പസ്തോലേറ്റ് 3 വിഭാഗമായി തിരിച്ചിരിക്കുകയാണെന്ന് മാർ സ്റ്റീഫൻ ചിറപ്പണത്ത് പറഞ്ഞു. ചിതറിക്കിടക്കുന്ന സീറോ മലബാർ യുവജനങ്ങളെ യൂറോപ്പിൽ ഒന്നിച്ചു ചേർക്കുകയാണ്. സീറോ മലബാർ സഭയിലെ യൂത്ത് അപ്പോസ്റ്റലേറ്റ് 3 തരത്തിലാണ് നമ്മൾ വിഭാവനം ചെയ്യുക. SM ടീൻസ്, ടീൻ മിനിസ്ട്രി, ദെൻ SMYM സീറോ മലബാർ യൂത്ത് മൂവ്മെൻറ്റ്, ദെൻ SM യങ് കപ്പിൾസ് മിനിസ്ട്രി. ഇവരെ ഒറ്റ കൊടക്കീഴിൽ ഒന്നിച്ചു ചേർക്കുന്നത് നമ്മുടെ എറണാകുളം അതിരൂപത അംഗമായിട്ടുള്ള റോമിൽ ഇപ്പോൾ ഡോക്ടറേറ്റ് പഠനം തീർത്ത ബഹുമാനപ്പെട്ട ബിനോജ് മുളവരിക്കൽ അച്ഛനാണ്. യൂറോപ്പിലെ ഇറ്റലി, അയർലൻഡ്, ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, ഓസ്ട്രിയ, നെതർലൻഡ്സ്, സ്വീഡൻ, പോളണ്ട്, ഉക്രൈൻ, ജോർജിയ, മാൾട്ട തുടങ്ങിയ രാജ്യങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ ചിന്നിച്ചിതറിക്കിടക്കുന്ന യുവജനങ്ങളെ വിശ്വാസ പരിശീലനത്തിനും കൂട്ടായ്മയ്ക്കുമായി പ്രാർത്ഥനയോടെ ഒരുമിപ്പിക്കാനാണ് മാർ സ്റ്റീഫൻ ചിറപ്പണത്ത് പിതാവിന്റെ നേതൃത്വത്തിൽ യൂറോപ്പിലെ വിസിറ്റേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വൈദികരും കൂടി പരിശ്രമിക്കുന്നത്. മലയാളികളായ ആരെങ്കിലും യൂറോപ്പിലുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ പറയണം, നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്നും നിങ്ങൾ വലിയൊരു കുടുംബത്തിന്റെ ഭാഗമാണെന്നും യൂറോപ്പിലെ SMYMന്റെ ഡയറക്ടർ ഫാദർ ബിനോജ് മുളവരിക്കൽ പറഞ്ഞു. ഇൻ്റർനെറ്റ് ഉപയോഗിച്ചാലും ഫുട്ബോൾ കളിച്ചാലും ഈ ലോകത്തിൻ്റെ അടിപൊളി ജീവിതത്തിനിടയിലും ഈശോയോടൊപ്പം നീങ്ങിയാൽ മാത്രം മതിയെന്ന്. ഇങ്ങനൊരു അവസരത്തിൽ യൂറോപ്പിലെ സീറോ മലബാർ സഭ ആഗോള സഭയ്ക്ക് വേണ്ടിയും കേരള സഭയ്ക്ക് വേണ്ടിയും ഒരുക്കുന്ന യുവജന ശുശ്രൂഷയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുമ്പോൾ ഈ വാർത്ത കേൾക്കുന്ന നിങ്ങൾ ഇതിൽ പങ്കുചേരണം. പ്രാർത്ഥന കൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളോ സഹോദരങ്ങളോ യൂറോപ്പിൽ എവിടെയെങ്കിലുമൊക്കെ ജോലിക്കായിട്ടും പഠനത്തിനായിട്ടും വന്നിട്ടുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ പറയണം, നിങ്ങൾ ആരും ഒറ്റയ്ക്കല്ല, നിങ്ങൾ വലിയൊരു കുടുംബത്തിൻ്റെ ഭാഗമാണ്. ആധുനിക സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തി സൂം കോൺഫറൻസ് വഴിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഈ കൂട്ടായ്മയ്ക്ക് സഹയാത്രികൻ എന്ന് അർത്ഥം വരുന്ന കമീനോ എന്ന ഇറ്റാലിയൻ വാക്കാണ് പേരായി കൊടുത്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ തിരുനെൽവേലിയിലെ സെമിത്തേരിയിൽ സാമൂഹിക വിരുദ്ധർ 40ഓളം കല്ലറകൾ നശിപ്പിക്കുകയും കുരിശുകൾ തകർക്കുകയും ചെയ്തു. സെമിത്തേരിയിൽ സ്ഥാപിച്ചിരുന്ന മാതാവിന്റെ രൂപത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. സെമിത്തേരി ഒരു പുണ്യസ്ഥലമാണെന്നും ഈ ആക്രമണത്തിൽ അതീവ ദുഃഖമുണ്ടെന്നും പാളയംകോട്ട് രൂപത ബിഷപ്പ് അന്തോണി സ്വാമി പറഞ്ഞു. ഉദയർപട്ടിയിലെ സേക്രഡ് ഹാർട്ട് പള്ളിയിൽ നിന്നും 100 മീറ്റർ അകലെയാണ് സെമിത്തേരി. രാത്രിയിലാണ് ആക്രമണം നടന്നത്. സെമിത്തേരിയിൽ നടന്ന ആക്രമണത്തെ തുടർന്ന് വിശ്വാസി സമൂഹം റോഡ് ഉപരോധിക്കുകയും ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്തു. കുറ്റവാളികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരിക, നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയില്ലെന്ന് ഉറപ്പു നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിശ്വാസി സമൂഹം ജില്ലാ കളക്ടർക്ക് നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. സേക്രഡ് ഹാർട്ട് പള്ളി സെമിത്തേരിയിൽ 100ഓളം കല്ലറകളാണുള്ളത്. അക്രമികൾ സെമിത്തേരിയുടെ ചുറ്റുമതിൽ തകർത്താണ് ഉള്ളിൽ പ്രവേശിച്ചത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സെമിത്തേരി ഒരു പുണ്യസ്ഥലമാണെന്നും ഈ ആക്രമണത്തിൽ അതീവ ദുഃഖമുണ്ടെന്നും ആസൂത്രിതമായിട്ടുള്ള ആക്രമണമാണ് ഇതെന്നും പാളയംകോട്ട് രൂപതാ ബിഷപ്പ് അന്തോണിസ്വാമി പറഞ്ഞു.